ജനസഭ പാറശാല മണ്ഡലത്തിലെ കുന്നത്തുകാൽ കവലയിൽ പുരോഗമിക്കുകയാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വികസനം ചർച്ച ചെയ്യപ്പെടുന്നു, ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു, കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു. ഇനി കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകാം. വീണ്ടും ചോദിക്കാം പ്ലീസ്. എനിക്ക് BJPയുടെ പ്രതിനിധിയോടാണ് ചോദ്യം ചോദിക്കാനായിട്ടുള്ളത്. പ്ലീസ്. നമ്മുടെ ആരാധനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കേരളത്തിലെത്തിയപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊരു ഗ്യാരണ്ടി കൊടുക്കുകയുണ്ടായി. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മോദിയുടെ ഗ്യാരണ്ടി. ഈ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അധികാരത്തിലിരുന്നപ്പോഴാണ് കാശ്മീരിലെ കത്വയിൽ 8 വയസ്സ് മാത്രം പ്രായമുള്ള ആസിഫ ബാനോ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട പെൺകുട്ടി ഈ അമ്പലത്തിനകത്ത് വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടത്. തൊട്ടപ്പുറത്ത് ഉത്തർപ്രദേശിൽ ഉന്നാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു 17കാരി കൊല്ലപ്പെട്ടപ്പോൾ അതിലെ പ്രതിയായിരുന്നത് BJPയുടെ MLA ആയിട്ടുള്ള കുൽദീപ് സിംഗ് ആയിരുന്നു. ഹത്രസിനകത്ത് കൂട്ടബലാത്സംഗം ചെയ്തൊരു 17കാരി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയപ്പോൾ അവിടുത്തെ പോലീസായിരുന്നു ഇരുചെവി അറിയാതെ രാത്രിയിൽ ആ മൃതദേഹം കത്തിച്ചു കളഞ്ഞത്. മണിപ്പൂരിനകത്ത് 2 പാവപ്പെട്ട പെൺകുട്ടികളെ ഉടുതുണിയില്ലാതെ നടത്തിയിട്ട് പോലും ആ കാഴ്ച വീഡിയോ എടുത്ത് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചത് അവിടുത്തെ BJPക്കാരായിരുന്നു. 2 പെൺകുട്ടികൾ മണിപ്പൂരിനകത്ത് പച്ചയ്ക്ക് ചുട്ടുകൊന്നത് BJP ആയിരുന്നു. ഇതെല്ലാം പോയിട്ട് ഈ നമ്മുടെ ഗുജറാത്തിനകത്ത് വർഗീയ കലാപത്തിൻ്റെ ഭാഗമായിട്ട് ബിൽക്കിസ് ബാനു എന്ന് പറയുന്നൊരു പാവപ്പെട്ട പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയിട്ട് നിന്നത് അവിടുത്തെ BJPയുടെ ഗവൺമെന്റ് ആയിരുന്നു. ആ തീരുമാനത്തിന് രണ്ടാമത് കോടതി ഒരു അധികാരത്തിന് പുറത്തുനിന്നുകൊണ്ടാണ് സർക്കാർ തീരുമാനം എടുത്തെന്ന് പറഞ്ഞ് ആ ഉത്തരവ് റദ്ദാക്കുകയും രണ്ടാമത് വീണ്ടും ജയിലിനുള്ളിലാണ്. ആ നരേന്ദ്രമോദിയാണ് കേരളത്തിനകത്ത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഗ്യാരണ്ടി പറഞ്ഞത്. എന്ത് നാണക്കേടാണെന്ന്. ഹലോ, സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ചോദിച്ച ചോദ്യം കൊള്ളാം. കാരണം നമ്മളിപ്പോൾ കേരളത്തിലാണ് നിൽക്കുന്നത്. കേരളത്തിൽ സ്ത്രീകളെല്ലാം സുരക്ഷിതരാണെങ്കിൽ ഈ പറയുന്ന ചോദ്യത്തിന് അർത്ഥമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാശ്മീരിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു, ഉത്തർപ്രദേശിൽ കുട്ടിയെ പീഡിപ്പിച്ചു, പക്ഷെ നിങ്ങൾ ഒരു ചോദ്യം പറഞ്ഞില്ല. പശ്ചിമ ബംഗാളിൽ സന്ദേശ് ഖാലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു സംഭവം ഉണ്ടായി. അറിഞ്ഞായിരുന്നോന്നു? കുറച്ച് ദിവസം ഒരാഴ്ചക്ക് മുമ്പാണ്. സന്ദേശ് ഖാലിയിൽ ഒരു കുട്ടിയെ പീഡിപ്പിച്ചു. പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ആരെന്നറിയാമോ? മുസ്ലിം തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആൾക്കാർ പീഡിപ്പിച്ച് കുട്ടിയെ കൊലപ്പെടുത്തി. അത് പീഡനമല്ല. ആ ചേട്ടൻ കറക്റ്റ് ഉത്തരം പറഞ്ഞു. അത് പീഡനമല്ല. ഇവിടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിനടുത്ത് കഴക്കൂട്ടത്തിനടുത്ത് ഒരു പെൺകുട്ടിയെ ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച് പുറത്തിട്ടു. അത് പീഡനമല്ല. ചേട്ടൻ തന്നെ മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ ചേട്ടൻ തന്നെ പറയുന്നുണ്ട്. അപ്പോ കേരളത്തിലെ പൊതുസംഭവം ഞാൻ പറയട്ടെ. അവിടെ ആവേശം വേണ്ട പ്ലീസ്. അവിടെ ഓക്കെ. അപ്പോ നിങ്ങൾ കാശ്മീരും കേരളത്തിലെ പൊതുജനങ്ങൾ തന്നെ മറുപടി പറയാനുണ്ട്. കാശ്മീരും ഹത്വയും ഉത്തർപ്രദേശൊക്കെ പോകുന്ന സമയത്ത് കേരളത്തിൽ ഓരോ ദിവസവും എത്ര സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നുണ്ട്, എത്ര സ്ത്രീകൾക്ക് പൊതുനിരത്തിൽ അസഭ്യ വർഷം കഴിയുന്നുണ്ട്. അത് ആ കാര്യത്തിൽ ഒത്തിരി വിഷയങ്ങൾ കേരളത്തിൽ പറയാനുണ്ട്. അപ്പൊ ഉത്തർപ്രദേശും കാശ്മീരും മാത്രം ചിന്തിക്കാതെ വല്ലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ കേട്ടില്ലേ? അല്ല പറയട്ടെ. പറഞ്ഞില്ല. നടപടി എടുത്തിട്ടുണ്ട്. എല്ലാ കേസിലും കേരളത്തിൽ നടപടി എടുത്തിട്ടുണ്ട്. എന്ത് വിഷയം ഉണ്ടാകുമ്പോഴും ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി പറയാറുണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അത് സംഭവിച്ചു പോയി. ഇനി എന്ത് നടപടി എടുത്തെന്നാണ് പറഞ്ഞത്? മറുപടി പറയുമ്പോ അസഹിഷ്ണുത പാടില്ല. മറുപടി പറഞ്ഞ കേൾക്കണം. കാശ്മീരും ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ പോകുന്ന സമയത്ത് കേരളത്തിൽ ഒട്ടനവധി പെൺകുട്ടികൾ പീഡിക്കപ്പെടുന്നുണ്ട്. ഒരു കേസും എടുക്കുന്നില്ല. കേസ് എടുക്കാതെ പോലീസ് തിരിഞ്ഞു നിൽക്കുന്നു. കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്നത് CPM. എത്ര സംഭവമുണ്ട്? ചേട്ടൻ മറുപടി പറയുമ്പോ തിരിച്ച് ചേട്ടൻ പറയുമ്പോൾ മറുപടി പറയാൻ എനിക്കും അറിയാം. ചേട്ടാ അവിടെ ഇരിക്കേ. ഒരു കേസല്ല, ഒട്ടനവധി കേസുണ്ട്. ഉത്തർപ്രദേശ് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും കേന്ദ്രം കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട്. BJP ഭരിക്കുന്ന രാഷ്ട്രങ്ങളിൽ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേസ് എടുത്തിട്ടുണ്ട്. അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും പറയണ്ട. സംസാരിക്കും. മൈക്ക് കൊടുക്ക് ചേട്ടാ, ഒന്ന് മൈക്ക് കൊടുക്ക് പ്ലീസ്. ചോദിക്കട്ടെ. പ്ലീസ് വേണ്ട പ്ലീസ്. ഇത് നാട്ടുകാർ മൊത്തം കാണുന്നതാണ്, കേൾക്കുന്നത്, മറക്കരുത്. ഓക്കെ, ചോദ്യത്തിലേക്ക് എനിക്ക് ചോദിക്കാനുള്ളത് LDFന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. മൈക്കൊന്ന് ചേർത്ത് പിടിച്ചേ. താങ്കൾ കുറച്ചു നേരത്തെ ഈ ഭരണഘടനാ മൂല്യങ്ങളെ പറ്റിയും അംബേദ്കറിനെ പറ്റിയൊക്കെ വളരെ വാചാലമായി സംസാരിച്ചു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടനയെ
കുന്തവും കൊടച്ചക്രവും എന്ന് പറഞ്ഞാണ് ആക്ഷേപിച്ചത്. എന്നിട്ട് അതിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ സമരത്തെ തുടർന്ന് അയാൾ ആ മന്ത്രിസ്ഥാനം രാജിവെച്ച് കഴിഞ്ഞ് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ഈ സജി ചെറിയാനെ അതിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് തള്ളിപ്പറയാത്തത്? എന്നിട്ട് ആ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടും കൂടി തന്നെ വീണ്ടും അയാൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പം നിങ്ങൾ എന്ത് ധാർമ്മികത ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങൾ എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ വോട്ട് ചോദിക്കാൻ പോവുക കേരളത്തിലെ ജനങ്ങളോട്? അജയ്കുമാർ, നല്ല ചോദ്യമാണ്. നമ്മൾ സാധാരണ പറയൂലേ, നമ്മുടെ നാട്ടിലെ ഒരാൾ നിങ്ങളീ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയോ അല്ലെങ്കിൽ UDF ശശി തരൂരിനെ പോലെയുള്ള സ്ഥാനാർത്ഥികളല്ല, ജനപ്രതിനിധികളല്ല നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ. സജി ചെറിയാൻ ചെങ്ങന്നൂരിലെ സാന്ത്വന പ്രവർത്തനം, ആലപ്പുഴ ജില്ലയിലെ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ജനകീയ നേതാവാണ്. പാർലമെന്റിൽ അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ തള്ളിപ്പറയാൻ പറഞ്ഞു തീരട്ടെ സുഹൃത്തെ, വെടിപൊട്ടിക്കാതെ തോക്കിനടുത്ത് കയറി വെടി പൊട്ടിക്കണ്ട, നമുക്ക് പറഞ്ഞു തീർക്കാം, സമയമുണ്ട്, 2 മണിക്കൂർ കിടക്കയില്ലേ, അപ്പോഴും പറയും. അപ്പോൾ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രവർത്തകന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രതികരണം കൊണ്ടുണ്ടായാൽ അത് സംരക്ഷിക്കപ്പെടുന്ന പ്രസ്ഥാനമല്ല CPM. അത് ഏത് ചെറിയ പ്രവർത്തകനായാലും ഏത് നേതാവായാലും ആ ആളിനെ സംരക്ഷിക്കപ്പെടും. ജനപ്രതിനിധിയായാലും ശരി തന്നെ, മന്ത്രിയായാലും ശരി തന്നെ. മാറ്റി നിർത്തി തെറ്റ് തിരുത്താൻ ആവശ്യപ്പെട്ടു. തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ, ഇവിടെ തിരുത്തിയോ? നിങ്ങൾ ഈ പറഞ്ഞ ബേട്ടി പഠാവോയും ബേട്ടി ബിജാവോയും പറയുമ്പോഴേ ബ്രിജ്ഭൂഷൻ്റെ കഥ പറയാതെ പോകാൻ പറ്റുമോ? ബ്രിജ്ഭൂഷൻ്റെ കഥ പറഞ്ഞു പോകാതിരിക്കാൻ പറ്റുമോ നമുക്ക്? ഗുസ്തി താരങ്ങൾ തെരുവിൽ അലഞ്ഞ് അലമുറ ഇട്ട് കരയുമ്പോൾ ബ്രിജ്ഭൂഷനെ സംരക്ഷിക്കുന്നു. 40 കേസിൽ പ്രതിയായ, പീഡന കേസിൽ പ്രതിയായ ബ്രിജ്ഭൂഷൺ MP ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. പോസ്കോ കേസിൽ പ്രതിയായ ആൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലേ? അത് നിയമം സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഭരണഘടനയുടെ ഭാഗമായി ഭരണഘടനയെ സംബന്ധിച്ച് ഒരു 2 ഭാഗത്ത് വർത്തമാനം പറഞ്ഞതിനെ എടുത്ത് അവതരിപ്പിക്കുകയും ഇത്തരം ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ട, ഈ പറഞ്ഞ നിയമം സംരക്ഷിക്കപ്പെടേണ്ട ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ കീഴിലിരിക്കുന്ന പാർലമെന്റിലിരിക്കുന്ന MP 40 പോസ്കോ കേസിൽ പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യാൻ നാളിതുവരെ തയ്യാറാവാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. തെറ്റുപോലും തിരുത്തില്ല. പോക്സോ കേസ് അല്ല കേട്ടോ, പോസ്കോയും ഉണ്ട് അതിൽ. 40 പോസ്കോയും ഉണ്ട് സുഹൃത്തെ. സജിത്ത് പറയും. ഓക്കെ, അപ്പോൾ ഭരണഘടനയെക്കുറിച്ച് ഇവിടെ ചോദിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ പറയാം. ഇപ്പോൾ സജി ചെറിയാൻ തെറ്റ് തിരുത്തിയെന്ന് പറയണത്, ഇപ്പോൾ എന്നെ രാവിലെ ഒരാൾ ഒറ്റ അടിക്കും ചവിട്ടിൽ, ഞാൻ തെറ്റ് തിരുത്തിയെന്ന് പറഞ്ഞാൽ അജയേട്ടൻ ക്ഷമിക്കൂ? ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് കൈ തൊട്ട് സത്യം ചെയ്തിട്ട് പറയുകയാണ് ഇന്ത്യൻ ഭരണഘടന ഒരു കുന്തവും കൊടച്ചോക്കറോ അല്ല എന്ന് പറയാൻ ഇവിടുത്തെ ഒരു മന്ത്രിക്ക് തയ്യാറായെങ്കിൽ ആ പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിക്ക് എന്തും പറയാം, പാർട്ടിയുടെ നേതാക്കന്മാർക്ക് എന്തും പറയാം. എന്നിട്ട് സഖാക്കന്മാർ പറയുന്നു അദ്ദേഹം തെറ്റുതിരുത്തി എന്ന് പറയുന്നു. തെറ്റുതിരുത്തിയാൽ എല്ലാം തീരുമോ? മറ്റൊരു കാര്യം, ഇപ്പോൾ ബേട്ടി ബെടാവോ ബേട്ടി പച്ചാവോ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 മാസം മുമ്പാണ് പേട്ടയിൽ 2 വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് 24 മണിക്കൂറിന് ശേഷം പേട്ടയിലെ ഒരു അഴുക്കുചാലിൽ നിന്ന് കിട്ടിയത്. അത് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയാനില്ല. പക്ഷേ ബ്രിജ്ഭൂഷണെ കുറിച്ച് പറഞ്ഞു. ബ്രിജ്ഭൂഷന്റെ കേസിൽ പോസ്കോ ഇല്ല സുഹൃത്തെ, ആ കേസ് കോടതിയിൽ നിൽക്കുന്നുണ്ട്. BJP സംബന്ധിച്ച് BJPയുടെ സ്റ്റാൻഡ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഒരു കാരണവശാലും അംഗീകരിക്കില്ല, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു കാര്യം കൂടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ സ്ത്രീകൾക്കെതിരെ നടത്തുന്ന അതിക്രമത്തിന് പരിശോധിക്കുന്ന പാർട്ടി സഖാക്കന്മാരും പാർട്ടി കോടതിയുമാണ്. ഇതാണ് BJPയും CPMും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഇവിടുത്തെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം.
BJP സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമവും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. പാർട്ടി കോടതി നമുക്കില്ല, നമുക്കൊരു കോടതിയേ ഉള്ളൂ, ഇന്ത്യയുടെ നീതിന്യായ കോടതി. ആ കോടതി പറയുന്ന എന്തും പാലിക്കുവാൻ BJP തയ്യാറാണ്. യെസ്, അടുത്ത ചോദ്യം. പ്ലീസ് തരാം. ആ, എനിക്ക് ഇടതുപക്ഷ പ്രതിനിധിയോടാണ് ചോദ്യമുള്ളത്. ഇന്ന് രാവിലെ ഒരു ടെലിവിഷൻ ചാനലിൽ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ രണ്ടുപേരും വലിയ സമ്പന്നരാണ് എന്നാണ്. ഈ രണ്ടുപേരും സമ്പന്നരാണ് എന്നുള്ള യാഥാർത്ഥ്യം മറച്ചു വയ്ക്കാൻ കഴിയില്ല. രണ്ടുപേരും അവരുടെ വിദ്യാഭ്യാസം കൊണ്ടാണ് സമ്പന്നതയിലോട്ട് ഉയർന്നത്. ആ വിദ്യാഭ്യാസത്തിനുള്ള അവസരം കേരളത്തിൽ ഇപ്പോൾ എത്ര കുട്ടികൾക്ക് നൽകാൻ ഈ ഗവൺമെൻറ്റിന് കഴിയുന്നുണ്ട്? ഇവിടെ നടത്തുന്ന SFI എന്ന് പറയുന്ന നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയെ ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പോലും തയ്യാറായി. അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതോ CPI സംസ്ഥാന സെക്രട്ടറിയെ നിങ്ങൾ തള്ളിപ്പറയുമോ? നല്ല ചോദ്യമാണ്. ആ, CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായ നിലപാടായിരിക്കും CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുക. SFI എന്നല്ല, ഏത് പ്രവർത്തകനാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചല്ലോ, CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേരളത്തിലെ മന്ത്രിയും തെറ്റായ ഉദ്ധരിച്ചാൽ പോലും അത് തിരുത്തിക്കാൻ കെൽപ്പുള്ള പ്രസ്ഥാനമാണ് CPIഎം. അതുപോലെ തന്നെയാണ് SFIയുടെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തിക്കപ്പെടാനുള്ള ശേഷിയുണ്ട്, തിരുത്തിക്കപ്പെടും. അതുകൊണ്ട് നിയമവാഴ്ചയെ അത് തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാടും ഒരു ഘട്ടത്തിലും സ്വീകരിക്കില്ല. CPIഎമ്മിൻ്റെ പ്രവർത്തകനെന്നോ അല്ലെങ്കിൽ SFIയുടെ പ്രവർത്തകനെന്നോ അല്ലെങ്കിൽ ഇതര പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനമെന്നോ കാണാതെ തന്നെ നിയമവാഴ്ചയെ ഒരുപോലെ കാണാനുള്ള കെൽപ്പും ശേഷിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അതാണ് ഈ പ്രവർത്തനങ്ങളിൽ കാണുന്നത്. യെസ് രാജേഷ് പറയാനുണ്ടോ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ല, ഇതിനകത്ത് ചോദ്യത്തിന് മറുപടി. രണ്ട് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രതിനിധികൾ പറഞ്ഞത് പരസ്പരം ആരോപണം ഉന്നയിക്കുകയാണ്. ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവർ പരസ്പരം അംഗീകരിക്കുകയാണ്. കേരളത്തിലും പെൺകുട്ടികൾക്ക് രക്ഷയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവർ അംഗീകരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ രാജ്യം, ഈ സംസ്ഥാനവും മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ വന്ന വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ഓരോ രക്ഷകർത്താക്കളും നമ്മളൊക്കെ മക്കളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നത് അവരെ നന്നായി വിദ്യാഭ്യാസം കൊടുക്കാൻ, അവരെ നല്ലൊരു നിലയിലെത്തിക്കാൻ, അതിനുവേണ്ടിയാണ് എല്ലാ രക്ഷകർത്താക്കളും അവരുടെ ജീവിതം തന്നെ മാറ്റിവെക്കുന്നത്. ഒരുപാട് പ്രതീക്ഷകളുമായി നെടുമങ്ങാട് നിന്ന് പൂക്കോട്ടേക്ക് ഒരു ചെറുപ്പക്കാരൻ വണ്ടി കയറി, സിദ്ധാർത്ഥ് എന്നാണ് അവൻ്റെ പേര്. ആ ചെറുപ്പക്കാരനെ അവനെ വിളിച്ചു വരുത്തി അതിക്രൂരമായി താലിബാൻ മോഡലിൽ വിചാരണ ചെയ്ത് അവനെ നഗ്നനാക്കി മർദ്ദിച്ച് അവൻ്റെ തൊണ്ടയിൽ വെള്ളം പോലും ഇറങ്ങാത്ത രീതിയിൽ കഴുത്ത് ഞെരിച്ച് അവനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേര് SFI എന്നാണ്. ആ പ്രസ്ഥാനത്തിനെതിരെ എന്ത് നടപടിയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ ഈ ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്? ഇതേ കാര്യങ്ങൾ ഇന്ന് ആവർത്തിക്കുകയാണ്. കേരള സർവകലാശാല യുവജനോത്സവം നടക്കുകയാണ്. ആ യുവജനോത്സവ വേദിയിൽ പങ്കെടുത്ത പെൺകുട്ടികളടക്കമുള്ള മറ്റു കോളേജുകളിലെ വിദ്യാർത്ഥികളെ അതിക്രൂരമായി SFIക്കാർ ഇന്ന് മർദ്ദിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നിലപാടിൽ എന്ത് മാറ്റമാണുള്ളത്? നിങ്ങളുടെ ഈ ഫാസിസ്റ്റ് നിലപാടുകൾ അല്ലെങ്കിൽ SFI നടത്തുന്ന നിലപാടുകൾ ഒരു ചെറുപ്പക്കാരനെ ഇഞ്ചിഞ്ചായി വെള്ളം പോലും ഇറങ്ങാതെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ ഗവൺമെൻറ് പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പിന്നിൽ നിൽക്കുന്ന SFI എന്ന് പറയുന്ന പ്രസ്ഥാനം, അവർ കേരളത്തിൽ താലിബാനിസമാണ് നടപ്പാക്കുന്നത്. അവർ കേരളത്തിലെ ക്യാമ്പസുകൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമല്ല, ഭീകര പ്രവർത്തനമാണ് നടത്തുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന, അവരെ പിന്തുണയ്ക്കാൻ പോകുന്നത്, ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ മജിസ്ട്രേറ്റ് അടുത്ത് കയറുന്നത് അവിടെയുള്ള DYFI നേതാക്കളാണ്, അവിടെയുള്ള CPIഎമ്മിൻ്റെ നേതാക്കളാണ്. അപ്പോൾ CPIഎമ്മിൻ്റെയും DYFIയുടെയും ഒക്കെ ഒത്താശയോടുകൂടിയാണ് ഇവർ ഈ അക്രമം കേരളത്തിലെ ക്യാമ്പസുകൾ അഴിച്ചുവിടുന്നത്. ഇവർക്ക് തടയിടാൻ വേണ്ടി ഈ ഗവൺമെൻറ് കഴിയുന്നുണ്ടോ? ഇന്ന് പറയുന്നു CBIക്ക് അന്വേഷണം വിട്ടു എന്നുള്ളതാണ്. മറ്റ് ഗത്യന്തരമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ CBI അന്വേഷണം, എത്ര കേസുകളിലാണ് നിങ്ങളുടെ ഗവൺമെൻറ് CBI അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടി കോടികൾ ഡൽഹിയിലെ സുപ്രീം കോടതി വക്കീലന്മാർക്ക് കൊടുക്കിയത്? എത്ര ചെറുപ്പക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസുകൾ? നമ്മൾ പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസിൽ 1.5 കോടി രൂപയാണ് സുപ്രീം കോടതി അഭിഭാഷകർക്ക് കൊടുക്കിയത്. എന്തിനാണ്? CBI അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി, CBI പടിക്ക് പുറത്താക്കാൻ വേണ്ടി. ഇപ്പോൾ CBI അന്വേഷണം നടത്തുന്നു. പക്ഷേ ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട ആ മകനെ തിരിച്ചു കൊടുക്കാൻ SFIക്ക് കഴിയുമോ? മുഖ്യമന്ത്രി കഴിയുമോ? ഈ ഭരണകൂടത്തിന് കഴിയുമോ? അപ്പോൾ ഈ ക്രൂരത കേരളത്തിലെ ക്യാമ്പസുകൾ നടക്കുകയാണ്, കേരളത്തിലെ തെരുവുകൾ നടക്കുകയാണ്. ഈ ക്രൂരതയ്ക്ക് അറുതി വരുത്തണ്ടേ? അതിന് എന്ത് തടയിടാനാണ്, എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? യെസ്, അഡ്വക്കേറ്റ് രാജകുമാർ, കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബ് എന്നാണ് പറയുന്നത് അല്ലേ? നോക്കൂ,
പൂക്കോട് ആ വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിലാണ് തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്, 21 വയസ്സ് മാത്രമേ ഉള്ളൂ, സിദ്ധാർത്ഥനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അതൊരു കൊലപാതകം തന്നെയാണെന്നാണ് അതിന് സാക്ഷികളായിട്ടുള്ളവർ പറയുന്നത്. ഇപ്പോൾ CBI അന്വേഷണത്തിന് വിട്ടു. പക്ഷേ എങ്കിലും ആ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ എന്തെങ്കിലും നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതിനെ തള്ളിപ്പറയാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഇടതുമുന്നണി തയ്യാറായിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമല്ലേ? തള്ളിപ്പറഞ്ഞില്ല എന്ന് പറയുന്നത് മാധ്യമ സൃഷ്ടിയാണ്. നിങ്ങൾക്കങ്ങനെ പറയാൻ കഴിയൂ. SFI പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അതിലുണ്ടെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുഴുവൻ SFI അറസ്റ്റ് ചെയ്ത 4 പേരെ SFI തന്നെയാണ് സസ്പെൻഡ് ചെയ്തത്. 18 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 4 പേരാണ് SFIയുടെ മെമ്പർഷിപ്പ് ഉള്ളത്. ആ മെമ്പർഷിപ്പുള്ള 4 പേരെയും സസ്പെൻഡ് ചെയ്തു. ബാക്കി 14 പേര് ആരൊക്കെയാ? നിങ്ങൾ പഠിച്ചോ മാധ്യമം? ഒരു കാര്യം, SFI ആണ് അവിടെ കോളേജ് യൂണിയൻ കൈകാര്യം ചെയ്യുന്നത്. SFI മാത്രമാണ് ആ ക്യാമ്പസിലെ ഏക വിദ്യാർത്ഥി സംഘടന. അങ്ങനെയാണെങ്കിൽ SFIയുടെ ഭാഗത്ത് നിന്ന് താങ്കൾ പറയുന്നു 4 പേര് മാത്രമേ SFI ഉള്ളൂ എന്ന്. ഇപ്പോൾ ബാക്കി 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ളവരെയൊക്കെ തുനിയാസത്തിന് വിട്ടിരിക്കുകയാണ്. SFI പോലുള്ളൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകം ആ ക്യാമ്പസിൽ അരങ്ങേറും. അപ്പോൾ അത് SFIയുടെ പരാജയമല്ലേ? അത്തരത്തിലൊരു കൊലപാതകം നടന്നത് ഏത് കുട്ടിയെ സംബന്ധിച്ചും കേരളത്തിൻ്റെ ഈ വിദ്യാഭ്യാസ രംഗത്ത് നടക്കാൻ പാടില്ലാത്തതാണ്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നാലും അത് തള്ളിപ്പറയപ്പെടേണ്ടതാണ്. കേരളത്തിൻ്റെ പ്രിയങ്കനായ വിദ്യാഭ്യാസ മന്ത്രി, SFIയുടെ നേതാവ്, നിങ്ങൾക്കറിയാമായിരിക്കും, SFIയുടെ ദീർഘകാലം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവാണ് സഖാവ് വി ശിവൻകുട്ടി. അദ്ദേഹം ഈ വിഷയം നടന്ന ആ ഘട്ടത്തിൽ തന്നെ പൊതുജനങ്ങളോടും നിങ്ങളോടും വാർത്താമാധ്യമങ്ങളോടും പ്രതികരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എവിടെയാണോ തെറ്റുള്ളത് അത് തിരുത്താൻ, അവരെ നടപടിയെടുക്കാൻ, അവരെ കൈകാര്യം ചെയ്യാൻ, നിയമവാഴ്ച ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അത് കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. 18 പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ 2 പേരെയും അറസ്റ്റ് ചെയ്തു. 20 പേരെയും അറസ്റ്റ് ചെയ്തു. ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിൽ മാധ്യമങ്ങൾ നിർത്തിയപ്പോൾ. അതുകൊണ്ടാണ് ആ സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ അപേക്ഷ പിതാവ് പ്രിയങ്കനായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയെ കണ്ട് ഇത് സമീപിക്കുമ്പോൾ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട 10 മിനിറ്റ് കൊണ്ട് ആ അന്വേഷണത്തിന് ഉത്തരവിട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അത് കേരളത്തിലല്ലാതെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നടക്കും? ഇന്ത്യയിലെ ഈ രാജ്യത്ത് ഈ പറഞ്ഞ മോദി ഗവൺമെന്റിന്റെ കീഴിൽ അത് നടക്കുമോ? നടക്കില്ല. അല്ല, കേരള പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ, ആഭ്യന്തര കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് തന്നെ അങ്ങനെ മാധ്യമം എന്ന നിലയിൽ നിങ്ങൾ വീക്ഷിക്കണ്ട. നിങ്ങൾ വീക്ഷിക്കണ്ട. പൊതുസമൂഹത്തിന് മാധ്യമത്തിന്റെ പ്രേരണ അത് കുറച്ച് കാലം നമ്മുടെ സമൂഹത്തിൽ അലയൊടിക്കും. നമുക്കറിയാമല്ലോ, ചില ഘട്ടങ്ങളിൽ ഓരോ വിഷയവും മാധ്യമങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെയും CPIM-നെയും ഈ ഗവൺമെന്റിനെയും തകർക്കാൻ നിൽക്കുകയാണ്. ആ തകർക്കാൻ നിൽക്കുന്നതിൻ്റെ ഭാഗമായി ചില കള്ളപ്രചാര വേലകൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. ആ നടത്തുന്ന മാധ്യമങ്ങളുടെ കള്ളപ്രചാര വേലകൾ വളരെ കുറച്ച് ദിവസമേ നിൽക്കൂ. ആ ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഒരു കുട്ടിയുടെ ജീവിതമാണ്, ജീവനാണ്, ആ കുടുംബത്തിൻ്റെ നിരാശയാണ്, അവരുടെ സങ്കടമാണ്. ആ സങ്കടത്തിന് നിവർത്തി വരുത്തേണ്ട ബാധ്യത കേരളത്തിലെ ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ടാണ് അത്തരം സമീപനം സ്വീകരിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ 27-ാം തീയതി അന്നാണ് ഈ സമരാഗ്നി തിരുവനന്തപുരം ജില്ലയിലെത്തിയത്. അന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും അന്ന് നെടുമങ്ങാട് ഈ സമരാഗ്നിയുടെ പരിപാടി കഴിഞ്ഞ് ഞങ്ങളൊക്കെ ആ വീട്ടിൽ പോയതാണ്. ആ അച്ഛനെയും അമ്മയും ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഒരു കേസ് പോലും എടുത്തിട്ടില്ല, ഒരാളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ ഡീൻ അടക്കമുള്ളവർക്കെതിരായി പരാതി പറഞ്ഞിട്ട് പോലും ഒരു നടപടിയും എടുത്തിട്ടില്ല. അവിടെ ചെന്ന് ഞങ്ങൾ ഇടപെട്ട് അത് വാർത്തയായി മാധ്യമങ്ങൾ പുറത്തു വന്നതിന് ശേഷം, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചത്. രാജേഷ്, ഒരു കാര്യം ഈ വേദിയിൽ ഈ വേദിയിൽ പറയേണ്ടതാണ്. ഞങ്ങളാണ്, ജനൻ TV-യാണ് ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവരുന്നത്. 18-ാം തീയതി നടന്ന സംഭവം 22-ാം തീയതി വരെ
ഒരു ചെറിയ കോളം, അതും വയനാട് എഡിഷനിൽ മാത്രം ഒരു ചെറിയ കോളം ന്യൂസായിട്ട് വന്ന വാർത്ത ഞങ്ങളാണ് ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. ഞങ്ങളാണ് ആ വിഷയത്തിൽ ആദ്യമായിട്ട് സംവാദം നടത്തുന്നത്. ഞങ്ങളാണ്. യെസ് 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 തീർച്ചയായും അത്തരം ഇടപെടലുകൾ തന്നെയാണ് മാധ്യമരംഗത്ത് ആവശ്യം. അത്തരം ഇടപെടലുകളോട് തന്നെയാണ് ഇത്തരം കൊലപാതകങ്ങളെ സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു ഗവൺമെന്റും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമല്ലേ അവിടെ ചെയ്തിരിക്കുന്നത്. ഇത്ര ക്രൂരമായ ഒരാളെ കൊലപ്പെടുത്തിയിട്ട് അതിനെ ആത്മഹത്യ എഴുതി തള്ളുക, ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുക, അതിന് ഉത്തരവാദിയായ ഇപ്പോൾ വൈസ് ചാൻസലറെ ഗവർണർ സസ്പെൻഡ് ചെയ്യുന്നത് വരെ എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്? ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഈ കൊലപാതകങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഭൂഷണമല്ല, ഒരു ഗവൺമെന്റിനും ഭൂഷണമല്ല, ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും ഭൂഷണമല്ല. ഇത്തരം കൊലപാതകികളെ അവരെ നടപടിയെടുത്ത് പടിക്ക് പുറത്താക്കാൻ, അവരെ തൂക്കുകയർ കൊടുക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് തയ്യാറാകണം, പോലീസ് തയ്യാറാകണം. അതില്ലാത്തതാണ് കേരളത്തിലെ ദുര്യോഗം എന്ന് പറയുന്നത്. യെസ്, ജനസഭ പുരോഗമിക്കുന്നു. വീണ്ടും ജനങ്ങളിലേക്ക് പോവുകയാണ്. ചോദിക്കാം. അല്ല, ഒരു നിമിഷം, അദ്ദേഹം ഒന്ന് ചോദിച്ചു, അതിനുശേഷം വരാം പ്ലീസ്. ഒന്ന് വികസനത്തെ സംബന്ധിച്ചാണ്. തിരുവനന്തപുരം എയർപോർട്ട് ഇൻ്റർനാഷണലായ എയർപോർട്ട് പ്രഖ്യാപിച്ചത് BP സിംഗിൻ്റെ കാലത്താണ്. ഇന്നത് ആരുടെ കയ്യിലാണ്, ആരാണ് ഏൽപ്പിച്ചു കൊടുത്തത്? മറ്റൊന്ന്, ഇവിടെ വികസനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം വരികയുണ്ടായി. പാറശാല മണ്ഡലത്തിൽ കഴിഞ്ഞ 7 വർഷക്കാലമായി 2200 കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ട്. ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട MP, നിലവിലുള്ള MP, എത്ര കോടി രൂപയുടെ വികസനം ഇതുപോലെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ കാണാൻ കഴിയുമോ? യെസ്, ആരോടാ ചോദ്യം? ഒരു ചോദ്യം കൂടിയുണ്ട്. അല്ല, ആരോടാ? ഒരു ചോദ്യം കൂടിയുണ്ട്. ആൻസർ പറഞ്ഞാൽ ഇവിടെ വിദ്യാർത്ഥി വേട്ടയെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടു. അടിയന്തരാവസ്ഥ കാലത്തുള്ള ഒരു സംഭവം. എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു രാജൻ, ഈശ്വരവാര്യരുടെ മകൻ. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചാമ്പൽ കാണാൻ പിതാവ് ഈശ്വരവാര്യർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ കിറുക്ക് പിടിച്ചാണ് മരിച്ചത്. യെസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം ഇദ്ദേഹം നമ്മുടെ സജിത്ത് മറുപടി പറയട്ടെ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനിയെ ഏൽപ്പിച്ചതിലുള്ള വിഷമമാണ് അദ്ദേഹം പങ്കുവച്ചത്, അല്ലേ? ശരിയല്ലേ? അതെ, ഓക്കെ. തിരുവനന്തപുരത്തെ വികസനം സംബന്ധിച്ച് എന്നോടാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. അന്താരാഷ്ട്ര വിമാനത്താവളത്തെ സംബന്ധിച്ച് അതിന് അദാനിക്ക് അതിൻ്റെ കരാർ കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്, ഓക്കെ. പക്ഷേ KSCBയെ സംബന്ധിച്ച് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വിദേശ കമ്പനികൾ കൊടുക്കുവാനുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഒരു സ്ഥാപനവും സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെടുത്തി ചെയ്യുന്നതിന് BJP എതിരല്ല. എല്ലാ മേഖലയും, എല്ലാ പൊതുമേഖലയും വികസിക്കണം. ആ പൊതുമേഖലയുടെ വികസനമാണ് BJP മുൻനിർത്തുന്നത്. ആ സ്ഥാപനം വികസനത്തിന്, ആ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് എന്താണ് ചെയ്യേണ്ടത് അത് BJP തയ്യാറാണ്. അപ്പോൾ കേരളത്തിൽ അദാനിയെക്കുറിച്ച് പറഞ്ഞു. അദാനിക്ക് കൊടുക്കുന്നത്, അദാനിക്ക് കോർപ്പറേറ്റുകൾ ഈ ഭാരതത്തിൽ വേണം, പാവപ്പെട്ടവനും വേണം. നമുക്കറിയാം, ഇവിടെ പാവപ്പെട്ടവർ ഗരീബ് കല്യാൺ യോജന വഴി അരി കൊടുക്കുന്നുണ്ട്. ഈ അരി കൊടുക്കുന്നത് അദാനിക്കോ അംബാനിക്കോ വേണ്ടിയല്ല. ഇവിടെ പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് വേണ്ടി അരി കൊടുക്കുന്നുണ്ട്. ഇവിടെ സൗജന്യമായി ശൗചാലയം നിർമ്മിച്ചു നൽകുന്നുണ്ട്. ഇവിടുത്തെ പാവപ്പെട്ടവനാണ്. പാവപ്പെട്ടവരും കേരളത്തിലല്ല, ഭാരതത്തിൽ മുഴുവൻ. ചേട്ടൻ കേൾക്കാത്തോണ്ടാണ്. മറുപടി പറയട്ടെ. ഭാരതത്തിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും സൗജന്യമായി ശൗചാലയം അല്ലെങ്കിൽ വീട് എല്ലാം വെച്ചു കൊടുക്കുന്നത് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളാണ്. കോർപ്പറേറ്റുകളെയും CPM കോർപ്പറേറ്റുകളെ സമീപിക്കില്ല എന്ന് പറയരുത്. നമുക്കറിയാം, നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് കോവളം കൊട്ടാരത്തിൽ വെച്ചിട്ട് ഒരു വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള ഡോക്ടർ TP ശ്രീനിവാസൻ സാർ, അദ്ദേഹത്തെ അടിച്ച് SFIക്കാർ അവിടെ ഇട്ടു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മന്ത്രി പറഞ്ഞു, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസങ്ങളിൽ വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹത്തിന് അടികിട്ടിയ ഈ ചിരിച്ച സഖാവ് മനസ്സിലാക്കേണ്ടത്, അന്ന് അദ്ദേഹത്തിന് അടികിട്ടിയത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ നിക്ഷേപം കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അടിച്ചിട്ടത് SFIക്കാരാണ്. ഇന്ന് CPM ഭരിക്കുന്ന സമയത്ത് SFIയിലെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആ മന്ത്രി തന്നെ പറയുന്നു വിദേശ നിക്ഷേപം കേരളത്തിൽ ആവശ്യമാണെന്നാണ്. ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ സഖാക്കന്മാർ മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ ഇരട്ടത്താപ്പ്, നിങ്ങളുടെ ഇരട്ടത്താപ്പ് എല്ലാവർക്കും അറിയാം. കോർപ്പറേറ്റുകളെ ഒരു സ്ഥലത്ത് കുറ്റം പറയുന്നു, മറ്റൊരു സ്ഥലത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പറയുന്നു. BJP വളരെ വ്യക്തമായി പറയുന്നു, BJP ഈ ഭാരതത്തിൽ വികസനം വേണം, അതിന് കോർപ്പറേറ്റ് വേണം. ഈ പാവപ്പെട്ടവന്റെ ഉന്നമനത്തിന് വേണം, അതിന് ക്ഷേമ പ്രവർത്തനം വേണം. വികസനവും ക്ഷേമവുമാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന ആപ്തവാക്യം. 2014
BJP വെച്ച മുദ്രാവാക്യം എന്നാണ് എല്ലാവരുടെയും വികസനം എല്ലാവരോടൊപ്പം. അത് തന്നെയാണ് BJP 2024 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും BJP മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. യെസ്, കോൺഗ്രസിന്റെ മറ്റേ ചോദ്യത്തിന് അല്ല, പ്ലീസ്, താങ്കൾ നേരത്തെ ചോദിച്ചാണ്, ചോദിക്കാത്തവർ കൊടുക്കൂ. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്തായിരുന്നു അത്? പെട്ടെന്ന് ചോദിച്ചവർ തന്നെ ചോദിക്കരുത് പ്ലീസ്, പുതിയ ആളുകൾക്ക് കൊടുക്കാം. വിമാനത്താവളം സിയാൽ മോഡലില് കേരള ഗവൺമെന്റ് നടത്താമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അത് ഒഴിവാക്കി കൊടുത്തു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഒഴിവാക്കി? കാര്യം ചേട്ടാ, 6 മാസത്തെ പെൻഷൻ ഒന്ന് കൊടുക്കൂ. 6 മാസത്തെ പെൻഷൻ ഒന്ന് കൊടുത്തിട്ട് ഇത് പറഞ്ഞെങ്കിൽ വിമാനത്താവളം നടത്തിക്കായിരുന്നു. 6 മാസത്തെ പെൻഷൻ കിട്ടാതെ പാവപ്പെട്ടവർ തെരുവിലാണ്. ആ സമയത്താണ് വിമാനത്താവളം നടത്താൻ പോകുന്നത്. എന്ത് വിരോധാഭാസമാണ് ചേട്ടാ പറയുന്നത്? ചോദ്യം പെട്ടെന്ന്. എല്ലാം ചോദ്യങ്ങൾ വരട്ടെ. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ കേരള സർക്കാർ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് 6 മാസമായി. എന്ന് കൊടുക്കും? യുവാക്കളുടെ ഏക പ്രതീക്ഷയായിരുന്ന PSC നശിപ്പിച്ച് നാറാണക്കല്ലെടുത്തൊരു സർക്കാർ. പിന്നെ KSRTC അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ശമ്പളം പോലും ചരിത്രത്തിൽ ആദ്യമായി വൈകിപ്പിച്ച ഒരു സർക്കാരാണ് ഇത്. നിങ്ങളുടെ ഭരണ പരാജയമല്ലേ? ഓക്കെ, അഡ്വക്കേറ്റ് രാജീവ് കുമാർ, ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നു, ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. അതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. എന്തായാലും ഒരു BJPയുടെ പ്രതിനിധി എന്ന നിലയിൽ ഒരാൾ ചോദിച്ചത് വളരെ ഗുണകരമായ ചോദ്യമാണ്. PSC നോക്കുകുത്തിയാണെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞു വന്നത്. കേരളത്തിൽ കഴിഞ്ഞ ഇത്രയും കാലമായി നടത്തിയ നിയമനം ഇന്ത്യയിൽ ദയവ് ചെയ്ത് പ്ലീസ് ഇടപെടൽ വേണ്ട പ്ലീസ്. പറയേണ്ടവർ പറയട്ടെ എന്ന്. മതി പ്ലീസ്. ബഹളം വെക്കരുത്. ബഹളം വേണ്ട പ്ലീസ്. ഇത് എല്ലാ മലയാളികളും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മലയാളികൾ തത്സമയം കാണുന്നതാണ്. അതുകൊണ്ട് പാറശാലയിലുള്ള വോട്ടർമാരെ കുറിച്ച് അവരിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ല. ദയവ് ഇത് സഹകരിക്കുക. ഓക്കെ, അഡ്വക്കേറ്റ് രാജീവ് കുമാർ. PSCയുടെ നിയമനം ഇന്ത്യയിൽ ആകെ നിയമനം നടത്തിയതിൽ 40% ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകിയത് കേരളത്തിലാണ് എന്ന് നമ്മൾ ഓർക്കണം. ആകെയുള്ള UPSCയിൽ നിയമനം ഇപ്പോഴില്ല. എന്തുകൊണ്ടില്ലാത്തത്? നേരത്തെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചു, കോർപ്പറേറ്റുകളെ ആലിംഗനം ചെയ്യുകയാണ്. 1990 മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റും, തുടർന്ന് വാജ്പേയിയും, തുടർന്ന് മോദിയും നവലിബറൽ ഉദാരവൽക്കരണ നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ കോർപ്പറേറ്റുവൽക്കരണം നടക്കുന്നത്. കോർപ്പറേറ്റുവൽക്കരണം നടത്തിയാലുള്ള പ്രശ്നം എന്താ? നേരത്തെ പറഞ്ഞല്ലോ, റെയിൽവേ നമ്മുടെ നികുതി പണമെടുത്ത് ഖജനാവിൻ്റെ തുക ഉപയോഗിച്ചുകൊണ്ട് വിവിധങ്ങളായ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നു, അത് നന്നാക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അദാനിക്ക് വിൽക്കുന്നു. അതുപോലെ തന്നെയാണ് PSC നിയമനം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കേരളത്തിൽ നടക്കുന്ന PSC നിയമനമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിൽ ആവശ്യത്തിലധികം നിയമനങ്ങൾ ഒഴിവ് വന്നാൽ അത് 24 മണിക്കൂറിനകം റിപ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ഇന്ത്യക്ക് മാതൃകയായ ഗവൺമെൻറ്റാണ്. ഇന്ത്യയിലെ നീതി ആയോഗ് തന്നെ. ആര് നീതി ആയോഗ്? മോദി ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന നീതി ആയോഗ് എന്ന് പറയുന്നത് ആസൂത്രണ വകുപ്പിന് സമാനമായി ഇന്ത്യയിലെ ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് ഓമന പേരിട്ട പേരാണ് നീതി ആയോഗ്. ആ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരവും ഈ പറഞ്ഞ പ്രവർത്തനത്തിൽ, നിയമനത്തിൽ ഇന്ത്യക്ക് മാതൃകയാണ് കേരളത്തിലെ നിയമനം. ഈ ഘട്ടത്തിൽ ഒന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ മോദി അധികാരത്തിൽ വരുമ്പോൾ 1 വർഷം 2 കോടി യുവാക്കൾക്ക് നിയമനം കൊടുക്കുമെന്ന് പറഞ്ഞു. എത്ര പേർക്ക് കൊടുത്തു? സുഹൃത്ത് പറഞ്ഞു. സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായ റെയിൽവേ വിൽക്കുന്നു, LIC വിൽക്കുന്നു, ഫിനാൻസ് സ്ഥാപനങ്ങളായ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം വിൽക്കുന്നു, ദേശകാർക്ക് ബാങ്കുകൾ ഉൾപ്പെടെ വിറ്റുകൊണ്ടിരിക്കുകയാണത്. ആ ഘട്ടത്തിൽ എവിടെയാ നിയമനം കിട്ടുക? BSNL പൂട്ടി.
പിന്നെ എങ്ങനെയാ നിയമനം ലഭിക്കുക? പൊതുമേഖലയിൽ നിയമനം ലഭിക്കുക, പിന്നെ നിയമനം ലഭിക്കും ഈ പറഞ്ഞ രീതിയിൽ. എങ്ങനെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കേവലം തുച്ഛമായ ജോലി സ്ഥിരതയില്ലാത്ത നിയമനമാണ് കേരളത്തിലെ ഗവൺമെൻറ് കിട്ടുന്നത്. അത് ഏറ്റവും പ്രധാനം. പ്രതിരോധ വകുപ്പിൽ പോലും അത് നടപ്പിലാക്കാൻ തയ്യാറായ ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് എന്ന് ഒറ്റ ചോദ്യം. ഒരു നിമിഷം. കേരളത്തിൽ സ്വകാര്യവൽക്കരണം, കോർപ്പറേറ്റ് വൽക്കരണം അത് വേണ്ട എന്നുള്ള ഒരു നിലപാടാണോ പാർട്ടിക്കുള്ളത്? ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് പൊതുമേഖല മാത്രം പുഷ്ടിപ്പെട്ടാൽ മതി എന്നുള്ള ഒരു നിലപാടാണോ? കേരളത്തിൽ പൊതുമേഖലകളെ സംരക്ഷിക്കുന്ന ഗവൺമെന്റാണ്. മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ, ആർക്കുപോലും മാധ്യമ രംഗത്ത് നിൽക്കുന്ന ജനൻ TV പ്രവർത്തകർക്ക് ചീഫ് എഡിറ്ററാണല്ലോ, അദ്ദേഹത്തിന് ഉൾപ്പെടെ അതറിയാം, ബോധ്യമാണ്. കേരളത്തിലെ ഗവൺമെന്റ് പൊതുമേഖലയെ സംരക്ഷിക്കുന്ന ഗവൺമെന്റാണ്. കേന്ദ്രം വിറ്റാൽ വാങ്ങാൻ, അത് നേരത്തെ എൻ്റെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചു ഇവിടെ, എങ്ങനെ കടത്തിലാണെന്നാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നു. നമുക്ക് KSRTC ഉൾപ്പെടെ, KSRTC എന്നൊരു സ്ഥാപനം കേരളത്തിലുണ്ട്. തമിഴ്നാട്ടിലെ സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എത്ര ശമ്പളം കിട്ടുന്ന കൊടുക്കുന്നവർക്ക് ഇവിടെ കൊടുക്കുന്ന ശമ്പള വേതനവും അവിടെ കൊടുക്കുന്ന ശമ്പളവും നിങ്ങൾ പരിശോധിക്കണം. അവിടുത്തെ ശമ്പളം എപ്പോഴും കൊടുക്കുന്നത് നിങ്ങൾ പരിശോധിക്കണം. എത്ര ഗഡുക്കളായി കൊടുക്കണം എന്ന് പരിശോധിക്കണം. ഇന്ത്യയിൽ ഏതെങ്കിലും ട്രാൻസ്പോർട്ട് പൊതുമേഖലയിൽ ഇപ്പോൾ ഇനി അവശേഷിക്കുന്നുണ്ടോ? ഇത് ഇന്ത്യയിൽ കേരളമാണ് ഈ ഗതാഗതം സംരക്ഷിക്കാനുള്ള നിലപാട്. ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. ഒന്ന്, കോർപ്പറേറ്റ് വൽക്കരണം, സ്വകാര്യവൽക്കരണം ഇതിനെതിരാണോ പാർട്ടിയുടെ നിലപാട്? പാർട്ടിയുടെ നിലപാട് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരാണ്. വിദ്യാഭ്യാസ രംഗത്ത് വന്നൊരു ചോദ്യം, അതിന് മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസം സജീവമാക്കുന്നതിന് വേണ്ടി വിദേശ സർവകലാശാലകളുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയാലേ ഈ കേരളത്തിലെ പുതിയ തലമുറ വിദേശത്ത് പോകുന്നത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു ജാഗ്രത വേണം. അതിന് ഉന്നത വിദ്യാഭ്യാസം സജീവമാക്കണം. ആ ഉന്നത വിദ്യാഭ്യാസം സജീവമാക്കുന്നതിന് വേണ്ടി വിദേശ സർവകലാശാലകളുമായി സമന്വയിച്ച് അവരുമായി ഒരു ധാരണയിൽ പ്രവർത്തനം സംഘടിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നയം സ്വീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് മാത്രം ഈ അവസരം. എന്റെ നാട്ടുകാരനായ പാവപ്പെട്ട പുഷ്പൻ ഈ ചർച്ച കാണുന്നുണ്ടാവും. ഓക്കെ, അഡ്വക്കേറ്റ് രാജേഷ് പ്ലീസ്. പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയെന്ന ഈ തൊഴിൽ നിഷേധത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളിലൊക്കെ എനിക്ക് യോജിപ്പുണ്ട്. ഇന്നിപ്പോൾ അഗ്നിപഥ് നടപ്പിലാക്കിയോടെ ഇന്ത്യയുടെ സൈന്യത്തിൽ പോലും സാധാരണ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാത്ത ഒരവസ്ഥ ഈ രാജ്യത്ത് സംജാതമായിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ മുട്ടിലെഴയുകയാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ. PSC റാങ്ക് ലിസ്റ്റിലുള്ള പാവപ്പെട്ട CPO റാങ്ക് ലിസ്റ്റിലുള്ള ആ ചെറുപ്പക്കാർ അവർക്ക് ജോലി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റാങ്ക് ലിസ്റ്റിലുള്ള അതൊന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒഴിവുകളുണ്ട്. റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ ഫലമായി അവരവിടെ സമരം നടത്തുകയാണ്. അവരെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ്. എത്ര റാങ്ക് ലിസ്റ്റുള്ള ചെറുപ്പക്കാരാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഇന്ന് പോയി നോക്കിയാൽ കാണും. ഈ സമരം എത്ര നാളായി നടക്കുന്നു? എന്ത് നടപടിയാണ് നിങ്ങളുടെ ഗവൺമെന്റ് എടുക്കുന്നത്? DGP വിളിച്ച് ഉറപ്പ് കൊടുക്കുന്നു, ഉറപ്പും പാലിക്കുന്നില്ല. ഇതല്ലേ കേരളത്തിൽ നടക്കുന്നത്? പിന്നെ ഒരു കാര്യം, സ്വകാര്യവൽക്കരണത്തിന് നിങ്ങൾ ആണല്ലോ. പിന്നെ എന്തിനാണ് കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങിയത്? ഇവിടെ പൊതുമേഖലയിൽ ഖനനം അനുവദിച്ചുള്ള സംസ്ഥാനമല്ലേ കേരളം? ആ കർത്തയുടെ കമ്പനിയിൽ നിന്ന് ഖനനം നടത്തുന്നതിന് വേണ്ടി, ഒത്താശ ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മാസം എണ്ണി വാങ്ങിയാണ്. ഇത് ഏത് കിടക്കിലാണ്? അപ്പൊ ഇതൊന്നും അഴിമതിയല്ല. അവിടെ സ്വകാര്യവൽക്കരണം വേണ്ട. അതുകൊണ്ട് ഈ പാർട്ടി ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന അഴിമതി, മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ അഴിമതി, ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി ആർജവമുള്ള ഏതെങ്കിലും പാർട്ടി സഖാക്കന്മാരുണ്ടാകണം. നിങ്ങളൊക്കെ ഒരുപാട് കാലം കൊടി പിടിച്ച് പാർട്ടി പ്രവർത്തനം നടത്തി വന്ന ആളുകളാണ്. നിങ്ങളൊക്കെ ഇതിനെ വിമർശിക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ള എതിർ ശബ്ദങ്ങൾ ഇന്ന് CPM ഇല്ലാത്തതാണ് CPM-ന്റെ ഈ തകർച്ചയ്ക്ക് കാരണം. ഇത്തരം അഴിമതിക്കാർ ഇവിടെ കൊടയട്ടെ പോലെ വാണരുന്ന് ഇത്തരം അഴിമതിക്കാർക്ക് പ്രോത്സാഹനം നൽകാൻ പാർട്ടി ഉള്ളത് കൊണ്ടാണ്. ആ പാർട്ടിയിൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകണം. ഇത്തരം സ്വകാര്യവൽക്കരണം ഉണ്ടായാൽ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനിയിൽ നിന്ന് ആര് പണം വാങ്ങിയാലും അതിനെ വിമർശിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ, അത് മുഖ്യമന്ത്രിയായാലും മുഖ്യമന്ത്രിയുടെ മകളായാലും വേറെ ആരായാലും അതിനെ കൂടി വിമർശിക്കാൻ വേണ്ടിയുള്ള ആർജവം കാണിച്ചിട്ട് വേണം കേന്ദ്ര ഗവൺമെന്റിനെയും മറ്റ് പാർട്ടികളെയും ഒക്കെ വിമർശിക്കാൻ. അതിനെയൊക്കെ വിമർശിക്കണം, അതൊക്കെ ശരിയാണ്. ആ വിമർശനങ്ങളെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം. ആ വിമർശനങ്ങൾ, ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. സംസ്ഥാന ഗവൺമെന്റ് തെറ്റുകളും കൂടി ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് വിനയപൂർവ്വം പെട്ടെന്ന്. ഇവിടെ PSC സംബന്ധിച്ച് പറഞ്ഞു, UPSC സംബന്ധിച്ച് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് 2016-ലും 2021-ലും CPM-ന്റെ മാനിഫെസ്റ്റോ ഈ സഖാവ് ഒന്ന് വായിക്കണം.
ആ സഖാവ് പറഞ്ഞത് PSCയിൽ പ്രതിവർഷം എത്ര പേർക്ക് തൊഴിൽ കൊടുക്കും, ഇതുവരെ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. റിപ്പോർട്ട് ചെയ്ത 24 മണിക്കൂറിനകത്ത് അടുത്ത നോട്ടിഫിക്കേഷൻ ഇറക്കുമെന്ന് പറഞ്ഞു. 2019 CPOയുടെ ലിസ്റ്റ് വന്നത്. 2024 മാർച്ച് മാസമായി. ആ കുട്ടികൾ ആരെയും നിയമിച്ചിട്ടില്ല, തെരുവിലിഴയുകയാണ് CPO ലിസ്റ്റിൽപ്പെട്ട കുട്ടികൾ. റോസ്കാർ മേള എന്ന് പറയുന്ന ഒരു മേള സഖാവ് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ മേളയിൽപ്പെട്ട് റെയിൽവേയിൽ 15 ലക്ഷത്തിലധികം ചെറുപ്പക്കാർക്ക് ഇതുവരെ ജോലി ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇന്നേ വരെ നിങ്ങളുടെ നാട്ടിൽ ആൾക്കാർ UPSC പരീക്ഷ എഴുതണം. UPSC പരീക്ഷ എഴുതിയാൽ ജോലി കിട്ടും. PSC പരീക്ഷ എഴുതി UPSC വഴി എവിടെ റെയിൽവേയിൽ എവിടെ കിട്ടിയത്? മറുപടി പറയട്ടെ. മറുപടി പറയട്ടെ. UPSC വഴി ഈ സമയത്ത് PSCയും കൂടി നിങ്ങൾ പരിശോധിക്കണം. എത്ര ചെറുപ്പക്കാർക്ക് PSC വഴി ഇതുവരെ നിയമനം നൽകി? നിങ്ങളുടെ SFI സഖാക്കന്മാർ കയറുന്നുണ്ട്. അത് മറ്റൊരു നിയമനം വഴിയാണ്. പിൻവാതിൽ വഴിയും പാർട്ടി സഖാക്കൾക്ക് അപ്പുറം ഏത് നേതാവ് ഏത് PSC പഠിക്കുന്ന കുട്ടിക്കാണ് തൊഴിൽ ലഭിക്കുന്നത്? ഇവിടെ നേരത്തെ പറഞ്ഞു, അദാനിക്കെതിരെ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അവിടെ നിന്ന് ഉദ്ഘാടനം നടത്തിയതാണ്. ആ പോർട്ട് ഇപ്പം നടത്തിപ്പിക്കുന്ന ആരാണ്? ആ പോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ആരാണ്? അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അദ്ദേഹം ഇവിടുത്തെ അവതാരകൻ പറഞ്ഞ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. നിങ്ങൾ കോർപ്പറേറ്റുകൾക്കെതിരാണോ, നിങ്ങൾ സ്വകാര്യവൽക്കരണത്തിനെതിരാണോ, അതോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുന്നതാണ് എന്നതിന് വ്യക്തമായ മറുപടി പറയാതെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ മാസപ്പടിയും അതുപോലെ മറ്റു കാര്യങ്ങളും വാങ്ങിക്കൊണ്ട് കേരള ജനങ്ങളെ പറ്റിക്കുന്ന സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാർ തെരുവിലാണ്. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. യെസ്.